Hey guys, welcome back to our channel. Easy ആയിട്ട് ഫ്രഞ്ച് നെയിൽസ് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. സോ സെലിബ്രിറ്റീസും ഫിലിംസ് ആക്ട്രസസും ഒക്കെ ഈ ഫ്രഞ്ച് നെയിൽസ് നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും അല്ലേ. അപ്പം മുമ്പ് എൻ്റെ വിചാരം ഇത് ഭയങ്കര പാടാണ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ 6 ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സാസി പ്ലസ് സ്റ്റിക്സിൻ്റെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് നെയിൽ പോളിഷാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒറിജിനൽ നെയിലായിട്ട് ഒത്തിരി മാച്ച് ചെയ്ത് പോകും. പിന്നെ ഒരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കളർ ബേസ് കോട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് പ്ലെയിൻ ഒറിജിനൽ നെയിലിൽ ടോപ്പ് കോട്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ നെയിൽ പോളിഷാണ്. ഓഫ് വൈറ്റ് കളർ നെയിൽ പോളിഷ് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രഞ്ച് ടിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം ശേഷം നമ്മൾക്ക് ഒരു ക്ലിയർ ടോപ്പ് കോട്ടും കൊടുക്കണം. അതുകൊണ്ട് നമുക്കൊരു ടോപ്പ് കോട്ട് നെയിൽ പോളിഷ് ആവശ്യമുണ്ട്. ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ ഫിനിഷിങ്ങിന് നമുക്ക് ഒരു ടോപ്പ് കോട്ട് ചെയ്യാണ് ആ ഒരു ഗ്ലേസിങ്ങൊക്കെ കിട്ടാൻ നല്ലത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പിക്സ് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് നെയിൽ പോളിഷ് ഒരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് മാറ്റിയിട്ട് ഒരു തുള്ളി എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ടൂത്ത് പിക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഹെയർ പിന്നോ അല്ലെങ്കിൽ പച്ച ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇടുവാണ്. അതുപോലെ കോർണറിലേക്കും ഒരു ഡോട്ട് ഇടുവാണ്. അങ്ങനെ രണ്ട് സൈഡിലേക്കും ഓരോ ചെറിയ ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് വൈറ്റ് നെയിൽ പോളിഷ് വെച്ച് ഫിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ആർച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിനൊരു നല്ല ഒരു പിന്നെ ഫിനിഷിങ് കിട്ടും. മീൻസ് നല്ലൊരു ആർച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ടൂത്ത് പിക്ക് വെച്ച് തന്നെ അതിൻ്റെ സൈഡല്ലാതെ നമ്മൾ ഈവൺ ഔട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു നമ്മുടെ സെയിം വൈറ്റ് നെയിൽ പോളിഷ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബാക്കി ഭാഗം ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ടൂത്ത് പിക്ക് വെച്ച് തന്നെ ഫില്ല് ചെയ്യാം. ഒരു കോട്ട് വേണമെങ്കിൽ ഒരു കോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കോട്ടും കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ രണ്ട് സൈഡും ആ ബ്രഷ് വെച്ചിട്ട് കുറച്ചും കൂടി സൈഡ് മാത്രം താഴ്ത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ആർച്ച് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ട് നെയിലിന്. അതിനുശേഷം ഞാൻ ഇതിനൊരു ടോപ്പ് കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡ് നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബാൻഡെയ്ഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ സർക്കിൾ ബാൻഡെയ്ഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ഇതിനൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത ശേഷം ഞാൻ എൻ്റെ നെയിലിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചേക്കാണ്. അപ്പോൾ അതിനൊരു ആർച്ച് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി ഒരു ചെറിയ ആർച്ച് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈസി ആയിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ അടിച്ചു കൊടുക്കുകയാണ്. അതിപ്പം എങ്ങനെ വേണമെങ്കിലും അടിക്കാം. അപ്പം നമ്മളിപ്പം ഒരിക്കലും ഒരു ബാൻഡേഡ് കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് നമുക്ക് എല്ലാ നെയിൽസിനും ഉപയോഗിക്കാം. ഇപ്പം കുറച്ച് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ സ്റ്റിക്നെസ് പോകുന്നവരെ പോയില്ലെങ്കിലും അപ്പോൾ സ്റ്റിക്നെസ് പോയാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനൊരു കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത ശേഷമാണ് ഞാനത് റിമൂവ് ചെയ്തത്. അപ്പം നന്നായി തന്നെ കിട്ടി. നമുക്ക് അടുത്ത തേർഡ് മെത്തേഡ് നോക്കാം. തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ തന്നെ നെയിൽ പോളിഷിൻ്റെ ബ്രഷ് വെച്ച് തന്നെയാണ് അതിൻ്റെ ആ ടിപ്പ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ടിപ്പിൻ്റെ നമുക്കൊരു ആർച്ച് വേണം, അതനുസരിച്ച് ഞാനത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വളരെ മിനിമൽ എമൗണ്ട് ആദ്യം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. അല്ലെങ്കിൽ എക്സസീവ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു നെയിൽ പോളിഷ് കോട്ട് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാകെ മെസ്സപ്പ് ആവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തുടച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഫോർത്ത് മെത്തേഡ് നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അതിന് ഞാനിപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ബ്രഷാണ്.
അതായത് ഇങ്ങനത്തെ ഒരു ചെറിയ ടിപ്പുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഐലൈനറിൻ്റെ ബ്രഷ് വേണമെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നെയിൽ പോളിഷ് ബ്രഷ് വെട്ടി ചെറുതാക്കിയിട്ടാണെങ്കിലും ചെയ്യാം. പഴയ നെയിൽ പോളിഷിൻ്റെ ബ്രഷ് അതിൻ്റെ ടിപ്പ് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ രണ്ട് സൈഡും ഓപ്പോസിറ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ഇതിൻ്റെ ഒരു ഫിനിഷിങ് ഇതൊരു ആർച്ച് ഷേപ്പിലല്ല മിഡിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഞാൻ അടിച്ച ശേഷം അതിൻ്റെ മിഡിൽ കൂടി ഒരു വര വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ട്രയാങ്കിൾ നമുക്ക് അതിൻ്റെ മിഡിൽ കിട്ടും. മീൻസ് ഇതുപോലെ ഒരു വര വരയ്ക്കുകയാണ്. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ ടിപ്പ് നമ്മൾ ശരിക്കും, ഞാനിപ്പോൾ ആൽമണ്ട് ഷേപ്പിലാണ് ആദ്യത്തേത് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഇതിന് നിങ്ങൾക്ക് ഒരു കോട്ടോ 2 കോട്ടോ വേണമെങ്കിലും വൈറ്റ് നെയിൽ പോളിഷിൽ അടിക്കാം. അപ്പം അടുത്ത മെത്തേഡ് നമുക്ക് 5th മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സെല്ലോ ടൈപ്പ് ഉണ്ടല്ലോ, സെല്ലോ ടൈപ്പിൻ്റെ ഒരു പീസ് എടുത്താലും മതി. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു സെല്ലോ ടൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ പീസ് നമ്മുടെ സ്കിന്നിൽ 1-2 പ്രാവശ്യം ഒട്ടിച്ചെടുക്കുമ്പം ഭയങ്കരമായിട്ടുള്ള പശ പോവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ നെയിൽ പോളിഷ് ഓൾറെഡി ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഇങ്ങനെ ഒത്തിരി പശയോടുകൂടി വലിക്കുമ്പോൾ തിരിച്ച് വരും. അപ്പോൾ ഞാനത് ഒട്ടിച്ച ശേഷം ഞാൻ വൈറ്റ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തു, ഞാൻ റിമൂവ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ഒരു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആർച്ച് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ ബ്രഷ് വെച്ച് അതിൻ്റെ ടിപ്പുകൾ സൈഡ് ഭാഗം ശരിയാക്കി കൊടുക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ, ഞാൻ 4 നെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് നമ്മുടെ 6th മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടിയും വലിയ ബ്രഷാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മേക്കപ്പ് ബ്രഷോ മീൻസ് ലിപ്സ്റ്റിക് ബ്രഷോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അപ്പം നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് നെയിൽ പോളിഷ് റിമൂവർ വെച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആ വലിയ വീതി കൂടിയ ടിപ്പുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ആർച്ച് വരയ്ക്കുകയാണ്. മീൻസ് അപ്ലൈ ചെയ്ത് ആർച്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ എല്ലാ വിരലുകളും ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 6th മെത്തേഡ്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിലും മോഡേൺ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂണിഫോം ആണെങ്കിലും വർക്കിലാണെങ്കിലും ഒക്കെ വളരെ സ്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു നെയിൽ സ്റ്റൈലാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അണ്ടിൽ ദെൻ ബൈ.